അതും പോയി. സാറേ, വെള്ളരിക്കയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞു, നേരാണോ സാറേ? അല്ല, വെള്ളരിക്കയ്ക്ക് വില കൂടി എന്ന് കേട്ടു. താരുമാരി ആളെ കളിയാക്കല്ലേ? സാറിന്റെ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ സാറാണല്ലോ വാങ്ങുന്നത്, അപ്പൊ പിന്നെ അറിയാലോ. ഭർത്താക്കന്മാർക്ക് വീട്ടു ജോലി ചെയ്താൽ എന്താണോ കുഴപ്പം? ഭർത്താക്കന്മാർക്ക് ഒരു ജോലി, ഭാര്യമാർക്ക് വേറൊരു ജോലി എന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ പച്ചക്കറി വാങ്ങും, പാചകം ചെയ്യും, അതെന്റെ മഹത്വം. പക്ഷേ സാറിന്റെ ഭാര്യയുടെ ഭാഗ്യം ഒന്നാണ് ഇവിടെ അടക്കം പറച്ചില്. സാറിന് ഭാര്യ പേടിയാണെന്നും. ഭാര്യ സഹായിക്കുന്ന നല്ലത് തന്നെ സാറേ. എക്സ്ക്യൂസ് മീ, നെക്ടൈ ഈ അളവിൽ അടിച്ചാൽ മതി കേട്ടോ. ഒരു വെള്ളരിക്കയ്ക്ക് വക്കീൽ കോട്ടിന്റെ നെക്ക് ഡോക്ക് അളവ് പറഞ്ഞു കൊടുക്കായിരുന്നു. പ്ലീസ് കമൻ മാഡം. ഇരിക്കും മാഡം. താങ്ക്സ്. ആനി, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വന്നതാ. വെരി ഗുഡ്. വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ വശമാണ് വിവാഹമോചനം. ഇറുകിയ ഷൂ കാലം നഴിച്ചു മാറ്റുമ്പോൾ ഒരു സുഖമില്ലേ, അതാണ് മോചനത്തിന്റെ ആനന്ദം. പറയൂ മാഡം, വാട്ട് ഈസ് ദി എക്സാക്ട് പ്രോബ്ലം? സീ മിസ്റ്റർ ജെറി, എന്റെ ഹസ്ബൻഡ് വളരെ അരഗന്റാ. പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയല്ല, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ. ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാൻ പേര് വിളിച്ചതിന് അയാളെന്റെ കവള തൊറ്റാടി. ഓ മൈ ഗോഡ്, അവനാണ് ആണ്. എനിക്ക് ഇത്ര ഷോപ്പിംഗ് ക്രേസ് ഉണ്ട്. ഞാൻ ഓവറായിട്ട് ഇത്ര ഷോപ്പിംഗ് നടത്തിയ അന്ന് തെരുവിളിയാ. ദിവസോ മദ്യപിക്കും. സിനിമയിൽ ക്യാമറാമാന്. സെറ്റിലൊക്കെ വഴക്കുണ്ടാക്കി സിനിമ പകുതിയാകുമ്പോ പ്രോജക്റ്റ് വിട്ടിട്ട് പോകും. എന്നും യാത്രയോട് യാത്ര. ഉത്തരവാദിത്വം എന്ന് പറയുന്നതേ ഇല്ല. അടുത്ത ജന്മം അയാളായി ജനിച്ചെങ്കിൽ. ഇപ്പോ അന്യ സ്ത്രീകളുമായിട്ട് അടുപ്പുണ്ടോന്ന് വരെ എനിക്ക് ഡൗട്ടാ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. പിന്നെന്താ, ഡിവോഴ്സ് വാങ്ങിത്തരാം. ആള് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കട്ടെ. എന്താ? അതല്ല, എന്താ പേര് പറഞ്ഞ? മിസ് ആനി. ആനി, നിങ്ങളുടെ മാരേജ് ഡീറ്റെയിൽസ് രമേശിന് കൊടുത്തേക്കൂ. പിന്നെ കേസിന് ശക്തി കൂട്ടാൻ കൃത്യമായ തെളിവുകൾ വേണം, സാക്ഷികളും വേണം. അത് ഞാൻ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു തരാം. വെരി ഗുഡ്. രമേശ്, കളക്ട് ഡീറ്റെയിൽസ്. ഓക്കെ സർ. മിസ്റ്റർ ജെറി, പുരുഷന് അഹങ്കാരം പാടില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. ഏത് പുരുഷനും സ്ത്രീയുടെ വയറ്റിൽ 10 മാസം കിടന്നിട്ടാ പുറത്തോട്ട് വരുന്നത്. കറക്റ്റ് മാഡം. അതുപോലെ ഏത് സ്ത്രീയും പുരുഷനോട് കിടന്നിട്ടാ. ഒന്നുമില്ല മാഡം, പൊയ്ക്കോളൂ. ഭാര്യയെ അടിമയാക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. സർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗോവിന്ദ് സാറിന്റെ ഡോക്യുമെന്റ്സാ. അമ്മേ മഹാമായേ, പറയൂ ജെറി. ഹൗസിംഗ് ലോണിന് അഡ്രസ് ചേഞ്ച് നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവനെവിടെ? ഗോവിന്ദ് ഉരുളുവാ ഇന്നും. 3 പ്രദക്ഷിണം കഴിഞ്ഞു, ഇനി 4 കൂടിയേ ഉള്ളൂ. ആരാ വിളിക്കണേ? ചെറിയ ചെറിയേ, എന്നെ ചുറ്റിക്കാടാ. നീ പിന്നെ വിളിക്കേ. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പാടില്ല, ഫലം പോവും. എന്റെ മലം പോവും. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. ഇവോട് പൊറുക്കണേ. പറയൂ ജെറി. അല്ല അഭിരാമി, അപ്പൊ മിനിഞ്ഞാന്നുണ്ടത്? അത് ശിവന്റെ അമ്പലത്തിലല്ലേ. അത് ഭർത്താവിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാ. ഇത് കുടുംബത്തിന്റെ ടോട്ടൽ ഐശ്വര്യത്തിന് വേണ്ടിട്ടാ. ചെറിയ ഉരുണ്ടിട്ടുണ്ടോ? പള്ളിയിലായാലും ഉരുൾച്ച നല്ലതാ. ഗോവിന്ദേട്ടന്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണം ഈ പ്രദക്ഷിണം ചെയ്യലും ഈശ്വരവിശ്വാസവും കാവടിയെടുക്കലും ശൂലംകത്തിലും ഒക്കെയാണ്. എന്തിനാ ഓടണേ? ആനയ്ക്ക് പദവളയോ? ആനക്കല്ല നിന്റെ അമ്മൂമ്മടം. അല്പം വഴി തരൂ. ശരി ശരി, അവനോട് വൈകിട്ട് ഓഫീസിൽ വരാൻ പറ. അതോ വൈകിട്ട് ഉണ്ടോ ഉരുൾച്ച? ഇല്ലല്ല, ഇന്ന് വൈകിട്ട് ആനന്ദവല്ലീശ്വരത്ത് ഭജനയാ. മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ നേർച്ചയാ. അവിടുത്തെ പ്രസാദച്ചോറ് കേമാ. നേതിച്ചോറുമായിട്ട് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ മഹാമായേ. കർത്താവേ, ദൈവപുത്ര. ഇയാൾക്ക് ഇത്ര മര്യാദയില്ലേ? അമ്പലത്തിൽ നിൽക്കുമ്പോഴാണോ ഫോൺ ചെയ്യുന്നത്? അയ്യോ, എന്റെ ഭർത്താവിനെ കണ്ടോ? ആരാ കുട്ടിയുടെ ഭർത്താവ്? അതിപ്പോ ഉരുണ്ടിട്ട് ഒരാളെന്ന് നിക്കണോ? നാരായണ ഭഗവാനെ രക്ഷിക്കണേ. അയ്യേ, അങ്ങനത്തെ ഉരുണ്ടിട്ടല്ല. ഈ ശയന പ്രദർശനം വെച്ച ഉരുളില്ലേ? ഓ, ശയന പ്രദർശനം. ദാ വരുന്നതാണോ? ഇത്ര പെട്ടെന്ന് ചുറ്റി വന്നോ? നിത്യാഭ്യാസി ആന ചുമക്കൊന്നുമില്ല അഭിരാമി. ഇല്ല, എന്തോ കള്ളത്തരം കാണിച്ചു. കള്ളത്തരം കാണിക്കേ? സത്യമായിട്ട് ഞാൻ മുഴുവൻ ഉരുണ്ടത് വേണമെങ്കിൽ ഞാൻ കണ്ടതാ. ഇയാള് നിത്യം ഉരുളുന്നോണ്ട് അമ്പലത്തിലെ നടപ്പാതെ ഇപ്പൊ കഴുകണ്ട. കണ്ടാബി കളിയാക്കിട്ട് പോണ കണ്ട. എന്നെ ഇപ്പൊ നാട്ടുകാര് മുരളി ഗോവിന്ദ് എന്നല്ല വിളിക്കണേ, ഉരുളി ഗോവിന്ദ്. അതെ, ഈ നേർച്ചയൊക്കെ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ,
എന്തിനു വേണ്ടിയിട്ടാ ഈ ഉരുൾച്ച? ഇത് തന്നെ എല്ലാരും ചോദിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉരുളിച്ചാന്ന്? നമുക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം, അതിനു വേണ്ടിയിട്ടല്ലേ? അഭിരാമി അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉരുള. ഉരുള ഉരുളട്ടെ, ഉരുളും. Now there is only 4 days left for the entrance examination. The result was excellent for the last 27 batches. This time also my students must stand topmost in the examination. Well, do you have any doubts? അർജുൻ ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്? ഈ ക്ലാസ് എപ്പോഴാ കഴിയണേ? Okay students, let's wind up. Be cool and face the examination with confidence. All the best. Bye. Arjun, what is your intention? Why are you sleeping in the class? മനുഷ്യൻ എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണ്ടേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ, എനിക്കൊരു ഇത്തിരി റെസ്റ്റ് തന്നെ. നിനക്കെന്താ തോന്നാത്തത്? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ 10 മണി വരെ പഠിത്തം, അത് കഴിഞ്ഞ് എന്റെ ജോലി, വീണ്ടും പഠിത്തം. ഞാൻ മടുത്തു. Hey Arjun, what nonsense are you talking? മരണം വരെ പഠിക്കണമെന്നാണ് മഹാന്മാരെ വരെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പഠിച്ച് മരിക്കണോന്നല്ലല്ലോ. See Arjun, studying is... വീണെ ആദ്യം നീ നിന്റെ ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. What is wrong with English? ആത്മവിശ്വാസം കൊണ്ടുന്ന ഭാഷയല്ലേ ഇംഗ്ലീഷ്. ദേ ഇപ്പൊ തന്നെ നോക്കി, ഈ കോച്ചിങ് സെന്ററിലൂടെ മന്ത്ലി 1 lakh നമ്മൾ ഏൺ ചെയ്യുന്നു. എങ്ങനാ? ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ്. ഒക്കെ സംഭവിച്ചു. എന്റെ ഭാര്യ ഇതുപോലൊരു വെറൈറ്റി ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എനിക്ക് എന്റേതായ താല്പര്യങ്ങളുണ്ട് വീണ്. ഇന്റീരിയർ ഡിസൈനറായ എന്നെ പിടിച്ച IAS ഓഫീസർ ആക്കണമെന്നൊക്കെ വാശി പിടിച്ച എന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരികളുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ മുൻപിൽ എന്റെ ഭർത്താവായിരിക്കണം വലുത്. പ്ലീസ്, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എന്റെ ഒരു ആഗ്രഹമല്ലേ, ഈ IAS എക്സാം ഞാൻ ജയിപ്പിച്ചു തരാം. ഓക്കെ, ദേ അർജുൻ ഉറങ്ങിപ്പെടുത്ത ചാപ്റ്റർ അത്. ഓരോരുത്തർ വന്നോളും പഠിപ്പിക്കാതിരിക്കുമ്പോ. അവരെയാണ് രക്ഷകർ എന്ന് പറയുന്നത്. ദേ ഇതൊന്ന് പഠിച്ചോളണേ, ഞാൻ ഇപ്പൊ വരാം. ദേഷ്യം വരുന്നുണ്ട്. അമ്മേ മഹാമായേ, വാ ബി വാ. പഠിക്കാതിരിക്കുക. ഞാൻ ഊഹിച്ചു. നീ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വെറുതെ കുത്തിരിക്കാനുള്ള വീണ. ഇന്ന് എവിടെ ആയിരുന്നു? ഇന്ന് അവസാനം ആനന്ദവല്ലീശ്വരം. ആനന്ദവല്ലീശ്വരം. ഇതാ പ്രസാദം, ഞാൻ തെളിയിച്ചോളാവേ. ഇനി ഇതിനകത്ത് സ്ഥലമില്ല കേട്ടോ, നീ ഇവ കൊടുത്തേ. ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിലെ നേതിച്ചോറ ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ ഫലസ്ഥിതി ഉറപ്പാ. ഞങ്ങള് രാത്രി ചപ്പാത്തിയും ചിക്കൻ കറിയാ. ചപ്പാത്തിയും ചിക്കൻ കറിന്ന് എന്ന് പിടിച്ച ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ നമുക്ക് പിന്നെ കഴിക്കും. ഇത് അമ്പലത്തിലെ പ്രസാദം വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കഴിക്കേ, ഞാൻ അനുഭവിക്കാം, നീ അനുഭവിക്കാം. ഇത് ഇങ്ങനെയല്ല, സ്പീഡിൽ കഴിച്ചാൽ എന്താ ടേസ്റ്റ് എന്ന് അറിയാം. ഇങ്ങനെ സ്പീഡിൽ കഴിച്ചിട്ടാണ് വെള്ളാച്ചൻ വെച്ച് മരിച്ചു പോയത്. ഞാൻ പെടാൻ പാടില്ല. അല്ല, 10 റൗണ്ട് ഉരുണ്ടിട്ട് ഇത് തിന്നണം. എന്താ ടേസ്റ്റ് എന്നറിയോ? അതെ, ഞങ്ങള് വന്ന് വരുന്ന വ്യാഴാഴ്ച വീട്ടിലൊരു പൂജയുണ്ട്. മമ്മിയൊരു ശ്രീധരൻ തിരുമുൽപ്പാടാ കാർമികൻ. 1,00,000 രൂപയാ ചെലവ്. നടത്തുന്നവർക്ക് മാത്രമല്ല, പങ്കെടുക്കുന്നവർക്ക് ഐശ്വര്യം ഉണ്ടാവും. വരണം. അയ്യോ, അന്ന് എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. അറിയാലോ, ഒരു ദിവസം 4 ബാച്ചാ. മാസം 1.5 ലക്ഷത്തിന്റെ വരുമാനം ഉണ്ടേ. എന്ന് വെച്ചാ ഗോവിന്ദേട്ടന് ഒരാഴ്ച കിട്ടുന്ന വരുമാനം ഉണ്ടെന്ന്. പിന്നെ അമ്മേ മഹാമായേ, നന്നായിരിക്കട്ടെ. നിന്റെ ചപ്പാത്തി ഗോവിന്ദേട്ടാ വന്നേ. സോറി, ഇവിടെ ഒരുപാട് പഠിക്കണ്ടപ്പോ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. പൂജാ ദിവസം കൃത്യമായിട്ട് എത്തണം. ഞാൻ ടീനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പൂജയ്ക്ക് ജാതി മതം ഒന്നുമില്ല. കുറച്ചുകൂടി വേണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോടാ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലോ? അയ്യോ ഇല്ല, കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ ദീപാരാധന. അവിടെ ഉണ്ടോ? ഇനിയുണ്ടെന്ന്. പോട്ടെ, പഠിത്തം തന്നെ നല്ല അറിയാം. വേഗം വാ. അഭിരാമി, when exactly the puja be over? Will it be late? Yeah, night will be okay. Good night. ശരിയല്ലേ? കണ്ട ഇംഗ്ലീഷിന്റെ ഗുണം കണ്ട. നമുക്ക് ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല പൂജയ്ക്ക് വിളിച്ചേ, അവളുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടാ. ഇനി പൂജയ്ക്ക് സഹിക്കണം. ഭദ്രം കർണേ വിശൃണുയാമ ദേവാ
ഭദ്രം പശ്യേമാക്ഷഭിർയജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംശസ്തനൂഭിർവിഷേമ ദേവഹിതം യദായു ഇന്ദ്രോ വൃദ്ധശ്രവാദിനഭൂഷാദ് വിശ്വവേദാത്. ഞാൻ ഒറ്റയ്ക്ക് എന്താ ബോറടിച്ചിരിക്കുന്നു. അങ്ങനൊന്നും പറയല്ലേ, പൂജ. ആ നീ വന്നോ? 1,00,000 രൂപയെ മൊത്തം ചെലവ്. എങ്ങനെയുണ്ട്? ചുമ്മാ എനിക്കറിഞ്ഞൂടെ. എപ്പോ തുടങ്ങി? തുടങ്ങിയപ്പോ ഇങ്ങനെ ചെറുപ്പമായിരുന്നു. ഇനി നാരീപൂജ തുടങ്ങാം. ഇനി നാരീപൂജയാണ്. സ്ത്രീകൾ മാത്രം ഇവിടെ നിൽക്കുക. നിങ്ങളോടല്ല, ഇവരോടാ. നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പൊക്കോളാം. ആണായതുകൊണ്ട് ഇപ്പോഴാണ് ഒരു ഗുണം ഉണ്ടായത്. വീടിന് തീ പിടിക്കൂ? എങ്കിൽ പിന്നെ ഹൗസ് വാമിങ്ങിനെ പിടിക്കേണ്ടതായിരുന്നു. എടാ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നീ ജീവിക്കാൻ വേണ്ടി പൂജിക്കുന്നോ അതോ പൂജിക്കാൻ വേണ്ടി ജീവിക്കുന്നോ? 24 മണിക്കൂർ ഈ പൂജയും പ്രാർത്ഥനയൊക്കെ. നീ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിലുള്ള മനുഷ്യ വികാരങ്ങളൊക്കെ ഒക്കെ പൂജയ്ക്ക് വെച്ചേക്കല്ലേ? ഇതുവരെ ഇല്ലേ? അതും ചേച്ചി പോയി. നിനക്കൊക്കെ ചിരി. ഞാനിവിടെ നിത്യകന്യകനായിട്ട് പണ്ടൊക്കെ ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു, പരമശിവൻ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ഭക്തിയായിരുന്നു. കല്യാണം കഴിഞ്ഞതോടുകൂടി ഇവരൊക്കെയായി എന്റെ പ്രധാന ശത്രുക്കൾ. ചെകുത്താനല്ലടാ, ദൈവങ്ങളിപ്പൊ പേടി, ഉരുളിച്ചു കളയും. നിനക്കൊരു കാര്യം അറിയോ? നല്ല റോഡ് കാണുമ്പോ എനിക്ക് ഉരുളാന്ന് തോന്നൂടാ. അത് സാരമില്ല. കാറും ബസ്സൊന്നും ഇല്ലെങ്കിലും എവിടാണെങ്കിലും നിനക്ക് ഉരുണ്ടെത്താലോ. അതെ. നിനക്കൊക്കെ കോമഡി. 150 അമ്പലങ്ങളിൽ ഭജന ഇരുന്നിട്ടാണ് ആ സാധനം ഉണ്ടായത്. അതോടുകൂടി തുടങ്ങിയതാണ് കുടുംബത്തിന്റെ ഭക്തി. ഇപ്പൊ അകത്ത് ഒരുത്തരെ കണ്ടില്ലേ, ഒരു ഉപ്പും ചാക്ക്. ഏതാ പൂജാരിയാ? പൂജാരിയല്ല, മറ്റേത് അവളുടെ ബ്രദർ. അതാണ് ഭക്തിയുടെ വേറൊരു ഹോൾസെയിലർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നരകത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റണേ ഭഗവാനെ എന്നാണ് എന്റെ പ്രാർത്ഥന. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന. ആണോ? അപ്പൊ നമ്മൾ 3 പേരും പ്രാർത്ഥിച്ചു വന്നാ നീയും? എന്തൊരു മനപ്പൊരുത്തമല്ലേ? പഠിച്ചത് ഒരേ കോളേജില്, താമസിക്കുന്ന ഒരേ സിറ്റിയില്, ഒരേ അനുഭവങ്ങള്, ഇപ്പൊ ഒരേ പ്രാർത്ഥന. ഇതിലെന്തോ ദൈവനിശ്ചയുണ്ട്. ഓക്കെ, നമുക്ക് ഒരാഴ്ചത്തേക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? ഈ വീട്ടിൽ നിന്നും ഭാര്യമാരിൽ നിന്നും സകല ടെൻഷനിൽ നിന്നും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി അടിച്ചു വിളിക്കണം. പറയാൻ എളുപ്പമാ. പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയ അപ്പൊ ഫോൺ വരും. ഹലോ അർജുൻ, ഇറ്റ്സ് 6 o'clock now. Time to study. ഇവിടെ പിന്നെ ഇംഗ്ലീഷ് അറിയാത്തോണ്ട് അങ്ങോട്ട് ടെൻഷൻ ഇല്ല. നോട്ട് ദ പോയിന്റ്. നമ്മൾ ഒരാഴ്ച മാറി നിൽക്കുന്നത് ഭാര്യമാർക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർത്താൽ മതി. സംഗതി ക്ലീൻ, നോ ലൂപ്പ് ഹോൾസ്. അതെങ്ങനെ? നമ്മുടെ ഭാര്യമാരുടെ മോഡസ് ഓപ്പറാൻഡി വ്യത്യസ്തമാണെങ്കിലും അവർക്കൊരു പൊതു സ്വഭാവമുണ്ട്. സ്വന്തം ഭർത്താവ് മറ്റൊരു ഭർത്താവിനേക്കാൾ മുകളിലായിരിക്കണം എന്ന നിരന്തരമായ ചിന്ത. അല്ലെങ്കിൽ അവരൊക്കെ ഈ നടക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. അതല്ലടാ, അവർ നിർബന്ധിച്ചിട്ട് ഒഫീഷ്യൽ പർപ്പസിനായി നമ്മൾ 3 പേരും കൂടി ഓരോരോ സ്ഥലത്ത് പോകുന്ന പോലൊരു പ്ലേ. അതിന്റെ കംപ്ലീറ്റ് പ്ലാനിങ് ഞാൻ ചെയ്തോളാം. പക്ഷേ നമ്മൾ എങ്ങോട്ട് പോകും? പളനി പോവും. സോറിടാ, ഹണിമൂൺ വരെ പളനിയിൽ ആഘോഷിച്ചുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. ഇറ്റ്സ് ഓക്കെ. നമുക്ക് കാശ്മീർ പോയാലോ? എന്താ, നിന്റെ ഹണിമൂൺ അവിടെ ആയിരുന്നോ? അവിടെ ടെററിസ്റ്റുകളില്ലടാ. പിന്നെ ഭാര്യമാരുടെ കൂടെ ജീവിക്കുന്ന നമുക്ക് എന്തോന്ന് ടെററിസ്റ്റ്? അത് ശരിയാ. കുറച്ചുകൂടെ പറ്റിയൊരു സ്ഥലം നമുക്ക് ആലോചിക്കാം. എവിടെയാണ്? രാമേശ്വരം, മൂകാംബിക, വള്ളിക്കാവ്.